തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. വ്യാജ RC നിർമ്മാണ കേസിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. രാവിലെ 10 മണിയോടെ ചെമ്മാട് തൃക്കുളം സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നേതൃത്വത്തിൽ ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. ശേഷം നടന്ന പ്രതിഷേധ സമരം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യാജ RC നിർമ്മാണ കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ മൊഴിയിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പേര് വ്യക്തമായിട്ടുണ്ട്. RC 1 ക്ലർക്കിന് 1000 രൂപയും ജോയിന്റ് RTOയ്ക്ക് 2000 രൂപയുമാണ് നൽകിയതെന്നും മൊഴിയിലുണ്ട്. RCയുടെ ഉടമസ്ഥനെ മാറ്റുന്നതിന് നിയമപരമായി പറയുന്ന രേഖകളൊന്നും പരിശോധിക്കാതെ വ്യാജ RCകൾ നിർമ്മിച്ചെന്ന് ബോധ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന്റെ തെളിവാണെന്നും ഫൈസൽ ബാബു ആരോപിച്ചു. മണ്ഡലം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഈ വ്യാജ RC നിർമ്മാണം അന്വേഷിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് അണിനിരന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനും തിരൂരങ്ങാടി സബാട്ടി ഓഫീസും കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ആ അന്വേഷണം കൃത്യമായി നടത്തി സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടെന്ന പോലീസ് കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്തപ്പോഴാണ് ഇന്നത്തെ ദിവസം പോലീസിന്റെ പണി ഓർമ്മിപ്പിക്കാൻ യൂത്ത് ലീഗുകാർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കേണ്ടി വന്നത് എന്ന് ദുഃഖത്തോടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോലീസിന്റെ പണിയെടുക്കേണ്ടതാണ്. തിരൂരങ്ങാടിയിൽ ഇങ്ങനെയാണ്. ഇത് തിരൂരങ്ങാടിക്കാരുടെ ഒരു നിയോഗമാണ്. നമ്മളിവിടെ വാങ്ങിയതും നേടിയതും അനുഭവിക്കുന്നതും ആരും ഔദാര്യമായി തന്നതല്ല, പിടിച്ചു വാങ്ങിയതാണ്, അടിച്ചു വാങ്ങിയതാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അടക്കം അങ്ങനെയാണ്. 2024 മെയ് 15 മുതൽ ജൂലൈ 15 വരെയുള്ള 2 മാസത്തിനിടെ തിരൂരങ്ങാടി സബ് RTO ഓഫീസിന് കീഴിൽ 3200 RCകളാണ് ഉടമസ്ഥനെ മാറ്റിയത്. ഇതിൽ 1000-ഓളം വ്യാജമാണെന്ന് സംശയിക്കുന്നുണ്ട്. അത്തരം വ്യാജ RCകൾ റദ്ദാക്കുന്ന തിരക്കിലാണ് തിരൂരങ്ങാടി സബ് RTO ഓഫീസിലെ ജീവനക്കാർ. ഇത് തെളിവ് നശിപ്പിക്കലാണ്. ഇതെല്ലാം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. ജൂലൈ 2 രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവുകൾ നശിപ്പിക്കുവാൻ പോലീസ് കൂടി കൂട്ടുനിൽക്കുകയാണെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വിജിലൻസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. അതായത് 2 മാസത്തിനിടെ
2024 മെയ് 15-നും 2024 ജൂലൈ 15-നും ഇടയിൽ 3200 ആർസികളുടെ ഉടമസ്ഥാവകാശമാണ് തിരൂരങ്ങാടി സബ് RTO ഓഫീസിൽ നിന്നും മാറ്റിയത്. ഇത് വെറുതെ പറയുന്നതല്ല, വിവരാവകാശ രേഖ പ്രകാരം എടുത്ത വിവരത്തിൽ കൃത്യമായി പറയുന്നതാണ്. അതിൽ തന്നെ 3000-ഓളം ആർസികൾ അനധികൃതമാണ്, വ്യാജമല്ല അനധികൃതമാണ്. എന്നാൽ 1000-ഓളം ആർസികൾ വ്യാജമാണ്. 1000-ഓളം ആർസികൾ വ്യാജമാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഉടമയെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ്. അത്തരം ആർസികൾ റദ്ദ് ചെയ്യുന്ന നടപടിയാണ് തിരൂരങ്ങാടിയിൽ RTO ഓഫീസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ നടപടിയാണ്. അത് തെളിവ് നശിപ്പിക്കലാണ്. തിരൂരങ്ങാടി CIയോട് ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും അവിടെ തെളിവുകൾ നശിപ്പിക്കുന്നുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യണം, നടപടിയെടുക്കണം. എന്നാൽ മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണോ എന്തോ എന്നറിയില്ല, ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, PM സാലിം, UK മുസ്തഫ മാസ്റ്റർ, T സുബൈർ തങ്ങൾ, AK മുസ്തഫ, CT നാസർ, CK റസാഖ്, ഊർപ്പായ് മുസ്തഫ, M അബ്ദുറഹ്മാൻ കുട്ടി, അനീസ് കൂരിയാടൻ, CP ഇസ്മായിൽ, ഇക്ബാൽ കല്ലുങ്ങൽ, ഫസലുദ്ദീൻ തയ്യിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മാർച്ചിന് CK മുനീർ, ആസിഫ് പാട്ടശ്ശേരി, ഉസ്മാൻ കാച്ചടി, അയൂബ് തലാപ്പിൽ, മുസ്തഫ കളത്തിങ്ങൽ, തൈക്കാടൻ മമ്മൂട്ടി, അസ്കർ ഊപ്പാട്ടിൽ, PP അഫ്സൽ, KP ഗഫൂർ, CH അബൂബക്കർ സിദ്ദീഖ്, KK റഹീം, VA കബീർ, KP നൌഷാദ്, PK സൽമാൻ, നൌഫൽ പെരുമണ്ണ, K മുയീനുൽ ഇസ്ലാം, മുസ്തഫ കുട്ടശ്ശേരി, TK നാസർ, റഫീഖ് ഉള്ളണ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.